ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏൺ ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഗെയിം കളിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗെയിം എന്ന് പറയുമ്പോൾ അത്ര വലിയ ടാസ്ക് ഉള്ള ഗെയിമൊന്നുമല്ല. ഇപ്പം എന്താ പറയുക, നമ്മൾ ലുഡോ ഒക്കെ കളിക്കില്ലേ, അതേ സെയിം തന്നെയാണ് ലുഡോ ആണ് വരുന്നത്. ലുഡോ കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേയ്മെൻ്റ് എല്ലാം പക്കയാണ്. ഞാൻ ലൈവായിട്ട് ഗെയിം കളിച്ച് വിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുക. വർക്ക് എന്ന് പറയുമ്പോൾ ഗെയിം കളിക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് UPIയിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ചെറിയ എമൗണ്ട് മതി നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഒരുപാട് ക്യാമ്പയിൻസ് അതുപോലെ തന്നെ ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് എല്ലാം നമ്മൾ അതിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഡെയിലി എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മണി മേക്കിംഗ് അപ്ലിക്കേഷൻസ്, ഓൺലൈൻ ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനിയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു മെയിൽ ID കൊടുത്ത് സൈൻ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. സോ ഇവിടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ തന്നെ ഗെയിംസ് കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് മാച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നമുക്ക് വിൻ ചെയ്താൽ കിട്ടുന്നത് 0.1 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ വിൻ ചെയ്ത 1 രൂപ കിട്ടുന്ന ആ ഒരു മാച്ച് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 55 കോയിൻസാണ്. അപ്പോൾ ഈ ഒരു കോയിൻസൊക്കെ എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അതും സിമ്പിളാണ് കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കുക, 275 കോയിൻസിൻ്റെ മാച്ച് ഉണ്ട്. അതിൽ നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ 5 രൂപ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 550 കോയിൻസിൻ്റെ മാച്ചിൽ വിൻ ചെയ്യുവാണെങ്കിൽ 10 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോയിൻസ് കൺവേർട്ട് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്നത്, എമൗണ്ട് ഏൺ ചെയ്യുന്നത്. അപ്പോൾ കോയിൻസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് എന്താ പറയുക, കോയിൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് നമ്മളെ പ്ലേ ടൈമിൻ്റെ സെക്ഷനാണ്. എല്ലാവർക്കും അറിയായിരിക്കും. സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾ ആദ്യത്തെ ടാസ്ക് നോക്കുക. ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 999 കോയിൻസാണ്. 1 മിനിറ്റ് നേരം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 കോയിൻസാണ് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ടാസ്കിൽ കൊടുത്തിട്ടുള്ളത് 946 കോയിൻസാണ് ടോട്ടൽ കിട്ടുന്നത്. 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 15 കോയിൻസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഓപ്പൺ ചെയ്യുന്നതിനാണ് അവർ നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാം, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി രണ്ടാമതായിട്ട് സ്ക്രാച്ച് കാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സൈൻ അപ്പ് ചെയ്യാൻ നേരം നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും. പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതായത് ഓരോ മിനിറ്റിനുമാണ് അവർ സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷനിൽ ഫോക്കസ് ചെയ്യുക. അതിലൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഡെയിലി സ്ട്രീക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ടാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, കംപ്ലീറ്റ് സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നമുക്കൊരു ആഡ് പ്ലേ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ആഡ് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതായത് അതിൽ ടാപ്പ് ചെയ്യുക, വാച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആഡ് വരും. ആ ഒരു ആഡ് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ആദ്യത്തെ ദിവസത്തെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ 7 ദിവസം ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക 100 കോയിൻസ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം 15 ദിവസത്തെ ടാസ്ക്കാണ് വരുന്നത്. 30 ദിവസത്തെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ തന്നെ സർവേൻ്റെ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് 15 മിനിറ്റിൻ്റെ സർവേസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പ് ടാസ്ക് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ ഇഷ്ടംപോലെ കമ്പനീസിൻ്റെ ഓഫേഴ്സ് ഉണ്ട്. ഇവിടെ എല്ലാം വരുന്നത് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവേസ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിലും സിമ്പിളായിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 500 കോയിൻസാണ്. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ഗെയിമെങ്കിലും വിൻ ചെയ്യണം. അപ്പോൾ ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ മാക്സിമം ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് സ്ക്രാച്ച് കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക, അവരെ കൊണ്ട് ഗെയിം പ്ലേ ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 500 കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഒരാളെ റെഫർ ചെയ്യുന്നതിന്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കോയിൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ എൻ്റെ വാലറ്റിൽ ഏകദേശം 7000 സംതിങ് കോയിൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഗെയിം പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 550 കോയിൻസിൻ്റെ മാച്ചാണ്. വിൻ ചെയ്ത് നമുക്ക് 10 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ടോ അതിനനുസരിച്ചുള്ള മാച്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഗെയിമിൻ്റെ സെഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ലോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഗെയിം പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒപ്പോണൻറ്റ് വരണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്. നമ്മൾ നോർമലി എങ്ങനെയാണോ ലുഡോ കളിക്കുന്നത് അതേ സെയിം കളിക്കുക. ഇപ്പോൾ മുകളിലായിട്ട് 8 മിനിറ്റിൻ്റെ ടൈമറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ബോർഡ് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ എനിക്ക് 17 സ്കോർ ആയിട്ടുണ്ട്, അവർക്ക് 5 സ്കോറാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമർ എൻ്റെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ആർക്കാണ് ഉള്ളത് അവരായിരിക്കും ഇതിൻ്റെ അകത്ത് വിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഗെയിം പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗെയിം അവിടെ എൻഡ് ആയി. അപ്പോൾ നമ്മൾ ലോസ് ആയിട്ടുണ്ട്. ജയിക്കേണ്ട ഗെയിമായിരുന്നു, അത്യാവശ്യം നമ്മളായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാരമില്ല, നമുക്ക് വീണ്ടും ഗെയിം ഒന്നുകൂടെ പ്ലേ ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാൻ 550 കോയിൻസിൻ്റെ ആ ഒരു മാച്ച് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒപ്പോണൻറ്റ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഒപ്പോണൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഗെയിം ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി തന്നെ വിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കരുണ്ടല്ലോ, അതിന് നമ്മളിവിടെ കരു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ വെട്ടാതെ നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ മാക്സിമം എന്താ പറയുക ആ ഒരു എൻഡിലോട്ട് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി കോയിൻസും കാര്യം കിട്ടുന്നതായിരിക്കും കേട്ടോ. അതായത് ആ ഒരു കോയിൻസ് ഡബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ സ്കോർ നിങ്ങൾ നോക്കുക, 289 ആയിട്ടുണ്ട്, അവർക്ക് 176 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗെയിം എൻഡ് ആയപ്പോൾ നമ്മളാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ടൈമർ ഉണ്ടല്ലോ, അത് എൻഡ് ആകുമ്പോൾ ആർക്കാണോ കൂടുതൽ സ്കോർ ഉള്ളത് അവരാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 10 രൂപ നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ആദ്യം എൻ്റെ വാലറ്റിൽ 1 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടൽ എന്താ പറയുക 11 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു കോയിൻസ് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കേണ്ടത്. അതായത് കോയിൻസ് മാക്സിമം എൻ ചെയ്യുക, എന്നിട്ട് ഇതുപോലെ മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിൻ ചെയ്യുക, ദെൻ വിഡ്രോ ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഈ ഒരു എന്താ പറയുക ആപ്ലിക്കേഷനിൽ വരുന്നത്. സിമ്പിളാണ്. ഞാൻ ലൈവായിട്ടാണ് ഗെയിം പ്ലേ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്നുകൂടി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ നമ്മളെ വാലറ്റിൽ ഇപ്പോൾ 21 രൂപ ആയിട്ടുണ്ട്. ഒരു ഗെയിം കൂടി നമ്മൾ വിൻ ചെയ്തു. അത് ഫുള്ളായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താണെന്ന് പറഞ്ഞുതരാം. സോ നമുക്കിവിടെ ഓപ്ഷൻസ് വരുന്നത് UPI ഉണ്ട്, ഗൂഗിൾ പ്ലേ കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഉണ്ട്. UPIയിലേക്ക് മിനിമം വിഡ്രോയിൽ വരുന്നത് 3 രൂപയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നേരം നിങ്ങൾക്ക് 3 രൂപയാണ് മിനിമം റെഡിയും വരുന്നത്. പിന്നെ വരുന്നത് 10 രൂപയാണ്, പിന്നെ 25, 50, 100, 250 അങ്ങനെയാണ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മുടെ വാലറ്റിൽ ഇപ്പോൾ ഉള്ളത് 21 രൂപയാണ്. അപ്പോൾ ഞാൻ 10 രൂപയാണ് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ദിവസം ഒരു വിഡ്രോയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ UPI കാർഡിലൊക്കെ എൻട്രി ചെയ്യാൻ ഞാൻ എൻ്റെ ഫോൺ പേൻ്റെ UPI ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് വിഡ്രോ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റുന്നതായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ കമ്മീഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ടാക്സിൻ്റെ ഭാഗമായിട്ട്. ഏകദേശം 1.50 പൈസയാണ് 10 രൂപ വിഡ്രോ ചെയ്യുമ്പോൾ അവർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റിസീവ് ആവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 രൂപ 50 പൈസ ആയിരിക്കും. ഞാൻ മുമ്പ് 2 തവണ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ഫോൺ പേയിലോട്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡേറ്റും ടൈമും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.